ഒന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞ സഹോദരന്മാരെ, അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം ഒരു അറബി പുസ്തകമാണ്. ആരാണ് പുസ്തകത്തിന്റെ രചയിതാവെന്നോ? ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സയ്യിദ് മുഹമ്മദ് ഖുത്ബ്. ഈ സയ്യിദ് മുഹമ്മദ് ഖുത്ബ് എഴുതിയ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാമിയ്യ എന്ന് പറയുന്ന പുസ്തകം, നമ്മൾ KM മൗലവിയുടെ പുസ്തകം നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചാലെങ്കിൽ മുജാഹിദിന്റെ കേന്ദ്ര സ്ഥാപകൻ KM മൗലവിയാണ്. ഇതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകം പഠിപ്പിച്ചു. രണ്ടാമനായ മുഹമ്മദ് ഖുത്ബിന്റെ രണ്ടാമത്തെ പുസ്തകം, രണ്ടാമനായ മുഹമ്മദ് ഖുത്ബിന്റെ പുസ്തകം ശുബ്ഹാത്തുൽ ഹൗലുൽ ഇസ്ലാം ഇവർ സിലബസിൽ ഉൾക്കൊള്ളിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇല്ലെന്ന് പുതിയ കുട്ടികൾ പറഞ്ഞാൽ പോരാ. ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട CIC തലപ്പത്തിരിക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയോ അതിന്റെ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളുണ്ട്, അവരോ ഇക്കാര്യം നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് സംവദിക്കാൻ തയ്യാറുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളും കൃത്യമായും വ്യക്തമായും ഇവരുടെ സിലബസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2005 സനത് വാങ്ങിയ വാഫി കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ്. ഇത് നിഷേധിക്കാൻ പറ്റില്ല. പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിഷേധിക്കാൻ സെക്രട്ടറി നിഷേധിക്കാൻ നേരെ സംവദിക്കാൻ തയ്യാറാണ്. നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാതെ നമ്മൾ അന്യ രാജ്യങ്ങളിലോ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ പറ്റി പറയുന്നുണ്ട്. ശുബ്ഹാത്തുൽ ഹൗലുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ കണ്ടന്റ് എന്താ എന്നുള്ളത് വേറെ വിഷയമാണ്. അതിലെന്താണോ പറയുന്നത് അത് മറ്റൊരു വിഷയമാണ്. അതേസമയം അത് ഞങ്ങളുടെ സിലബസിൽ പഠിപ്പിച്ചിരുന്നു. 2005 അത് പഠിച്ച ആളുകളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് കൃത്യമായ ബോധ്യം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനതങ്ങനെ പറയാനുള്ള കാരണം, 2004 വാഫി വഫിയ സംവിധാനം വളരെ ഔദ്യോഗികമായി നിലവിൽ വരുന്നത്. 2004 മഹാനായ കാളമ്പാടി ഉസ്താദ്, മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവരൊക്കെ ഉള്ള സമയത്ത് സമസ്തയുടെ ഔദ്യോഗിക ബോഡി വാഫി സിലബസ് പരിശോധിക്കുന്നുണ്ട്. 2004 വാഫി സിലബസ് പരിശോധിക്കുന്നുണ്ട്. കാരണം സമസ്ത പരിശോധിച്ച് ശരിവെച്ച സിലബസ് എന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ പരസ്യത്തിൽ പറയാറുള്ളത്. ഈ പരിശോധനയിൽ ഞങ്ങൾക്ക് തന്ന നിർദ്ദേശം, ഉസ്താദിനത് കൂടുതൽ പറയാൻ ഒരു പക്ഷേ പറ്റുമായിരിക്കും, അതല്ലെങ്കിൽ അതിന് കൃത്യമായ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് തന്ന നിർദ്ദേശം 4 പുസ്തകങ്ങൾ മാറ്റണമെന്നാണ്. 4 പുസ്തകങ്ങൾ, 4 കാര്യങ്ങൾ, 4 നിർദ്ദേശങ്ങൾ. അതിൽ ഈ പറയുന്ന അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യയെ കുറിച്ച് പറയുന്നില്ല. ശുബ്ഹാത്തുൽ ഹൗലുൽ ഇസ്ലാം എന്ന് ഇദ്ദേഹം തൊണ്ടകീറി സകല അങ്ങാടികളിലും പോയി ആദർശം എന്ന പേരിൽ ആളുകളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഈ വിഷയം, ശുബ്ഹാത്തുൽ ഹൗലുൽ ഇസ്ലാം അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ, ഈ 2 പുസ്തകങ്ങളെ കുറിച്ച് പരാമർശമില്ല. അത് പരാമർശമില്ലാതിരിക്കാനുള്ള കാരണം എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക്? അങ്ങനെ 2 പുസ്തകങ്ങൾ വാഫി സിലബസിൽ ഔദ്യോഗികമായിട്ട് പഠിക്കപ്പെടുന്നില്ല. പിന്നെ ആരൊക്കെയോ രചിച്ച പുസ്തകമാണെന്നതിന്റെ പേരിൽ അത് മാറ്റി നിർത്തുന്നത്. ഞാൻ പറഞ്ഞു, വാഫി സിലബസിൽ അതില്ല. ആരൊക്കെയോ രചിച്ച പുസ്തകമായതിന്റെ പേരിൽ അത് മാറ്റി നിർത്തുന്നത് മറ്റൊരു ചർച്ചയാണത്. ഇനി ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തില്ല, സുന്നത്ത് ജമാഅത്തിന്റെ എതിർ നിന്ന് സംസാരിക്കുന്നവരാണ് ഇവരെന്നൊക്കെ പറയുന്ന ഇയാളുണ്ടല്ലോ, ഈ മനുഷ്യൻ. ഇദ്ദേഹത്തോട് വാഫി സിലബസിന്റെ പുതിയ അപ്ഡേഷനിൽ, അതായത് 2019-20 നടന്ന അപ്ഡേഷനിൽ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അദ്ദേഹത്തിനെ നേരിട്ട് ഏൽപ്പിച്ചിരുന്നു. നിങ്ങൾ നമ്മുടെ കേരളത്തിലെ സുന്നി പരിസരത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നയാളാണ്. അതിനെ വളരെ ഔദ്യോഗികതയോടുകൂടി നമുക്ക് അവതരിപ്പിക്കണമെങ്കിൽ, അത് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ ഡിഗ്രി തലത്തിൽ, വാഫി സംവിധാനം നിങ്ങൾക്കറിയുന്നത് പോലെ ആദ്യത്തെ 2 വർഷം പ്രിപ്പറേറ്ററിയാണ്, തംഹീദിയാണ്, +1 +2, ശേഷമുള്ള 4 വർഷം ഡിഗ്രി തലമാണ്. ഈ ഡിഗ്രി തലത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയെ കുറിച്ച് വളരെ ഗഹനമായ ഒരു പേപ്പർ നിങ്ങൾ തയ്യാറാക്കി തരണം. കേരളത്തിന്റെ പരിസരത്തിൽ നമ്മളൊക്കെ കൊണ്ടുപിടിച്ചു നടക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ അനുധാവനം ചെയ്തു പോകുന്ന അഹ്ലുസുന്ന വൽ ജമാഅയെ നിങ്ങൾ കൃത്യമായി പരിചയപ്പെടുത്തുന്ന ഒരു പേപ്പർ ചെയ്തു തരണം. അതെന്തിനാണെന്നറിയോ? നമ്മുടെ ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ ഇപ്പൊ വല്ലാതെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ കൃത്യമായിട്ട് ഏൽപ്പിച്ച പണിയാണത്. ഈ പുസ്തകം അല്ലെങ്കിൽ ഈ സിലബസിന് വേണ്ടി നിങ്ങൾ പുസ്തകം എഴുതി തരണമെന്ന് അദ്ദേഹം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഓരോ സമയത്തും നമ്മളത് ഫോളോ ചെയ്തു. അത് ഞങ്ങൾക്ക് കിട്ടണം, സിലബസ് പുതുതായിട്ട് വരികയാണ്. അങ്ങനെ കുറേയേറെ നമ്മൾ ഫോളോ അപ്പ് ഒരുപാട് അധികമായ സമയത്ത് 3-4 പേജുള്ള ഒരു ചെറിയ ഡ്രാഫ്റ്റ് അദ്ദേഹം കൊണ്ടുതന്നു.
6 മാസത്തെ സിലബസ് അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിന്റെ സിലബസിൽ കേവലം 1, 2, 3 പേജ് നമുക്ക് പഠിപ്പിച്ചാൽ മതിയാവൂല. നമ്മൾ അതിന്റെ പേരിൽ അത് മാറ്റിവെച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ഇന്ന് അങ്ങാടികൾ തോറും നടന്ന് പറയുകയാണ് വാഫി സിലബസിൽ സുന്നത്ത് ജമാഅത്തിന്റെ അപര്യാപ്തതയുണ്ടെന്ന്. അത് ദയവ് ചെയ്തിട്ട് നിങ്ങളൊക്കെ, പ്രത്യേകിച്ച് വാഫികളോട് കൂടെയാണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സർക്കിളുകളിൽ നമ്മളിത് കൃത്യമായിട്ട് പ്രചരിപ്പിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് ആളുകൾ വലിയ രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നാട്ടിൽ കൃത്യമായിട്ട്, അതായത് 20 റക്അത്തും തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞാലും സലാം വീട്ടി കഴിഞ്ഞ ആൾക്കാർ തൊട്ടടുത്ത് നിൽക്കുന്നവരായിരിക്കും, അല്ല നിങ്ങളിപ്പോഴും 8 റക്അത്താണ് പഠിപ്പിക്കുന്നതെന്ന്.